അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. വേറെ വഴിയില്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്കിങ്ങനെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊന്നും വെക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് നമ്പർ വെക്കാത്തത്. പക്ഷേ അയാളുടെ ഫോൺ നമ്പർ ഞാൻ വെക്കാം. ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ ഒരു ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ഒരു മനുഷ്യൻ നിൽക്കുന്നത്. എനിക്ക് ഈ വോയിസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും സങ്കടം സഹിക്കാൻ വയ്യ. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്കതിന് പറ്റാത്തതുകൊണ്ടാണ് അക്കൗണ്ട് നമ്പറൊന്നും വെക്കാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോൻ്റെ ഒപ്പം വെക്കാം. ഈ വോയിസ് കേട്ടിട്ട്, ഇത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, വോയിസ് കേട്ടിട്ട് നിങ്ങൾ ഇവരെ വിളിച്ച് അന്വേഷിച്ച് സത്യമാണെങ്കിൽ ഒരു പ്രവാസിയുടെ അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു സഹായം, ചെറിയൊരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. ദയവ് ചെയ്തിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. വോയിസ് കേൾക്കും. അസ്സലാമലൈക്കും അരിസ്ക. എൻ്റെ പേര് അബൂ താഹിറാണ്. എൻ്റെ സ്വദേശം ശരിക്കും മണ്ണാർക്കാടാണ്. ഞാൻ വീട് കയറ്റി താമസിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ഒലവക്കോട് ആ ഗേറ്റിൻ്റെ അവിടെയാണ്. ഞാൻ ദുബായിലുണ്ടായിരുന്നു, ഹൗസ് ഡ്രൈവറായിട്ട് ഒരു 12 കൊല്ലം ഉണ്ടായിരുന്നു. ഞാൻ ലീവിൽ വന്നപ്പോൾ ക്യാൻസറായിട്ട്, കുടലിൽ ക്യാൻസറായിട്ട് കുപ്പുസ്വാമി ഹോസ്പിറ്റലിൽ നിന്ന് കോയമ്പത്തൂരിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കണം. അൽഹംദുലില്ലാ. എൻ്റെ കുടൽ മൊത്തം എടുത്തിട്ട് ബാഗ് അടച്ചിട്ട് എൻ്റെ പൊക്കിളിൻ്റെ അവിടെ ഒരു ബാഗ് വെച്ചിട്ടാണ്, കക്കൂസ് ബാഗ്. എനിക്ക് 3 പെൺകുട്ടികളാണ്. കാക്കാക്ക് പറയാലോ. അൽഹംദുലില്ലാ. എന്താ അറിയില്ല, കുറച്ച് നമുക്ക് സുഖേട് തന്നെ കുറച്ചൊന്നും തന്നെ മാറ്റി തന്നിക്കണേ. ഇപ്പം ബാഗ് വെച്ചിട്ട് നമുക്ക് പണിക്ക് വല്ലാതെ ദുബായിക്കൊന്നും പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരട്ടെ. നമ്മൾ വീഡിയോ കോൾ അതൊക്കെ കാണിക്കുമ്പോൾ വിളിച്ചാൽ ഞാൻ കാണിച്ചു തരട്ടെ. എൻ്റെ പെരീക്ക് ലേസം കടമുണ്ട്. നമ്മുടെ ഓരോ കോഡ് കോപ്പറേറ്റീവ് പിന്നെ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്. നമ്മൾ അറിയില്ലല്ലോ, ലോണും പെരിയൊക്കെ കയറ്റുമ്പോൾ നമുക്ക് ക്യാൻസർ വരുമെന്ന് നമുക്ക് വിചാരിച്ചിട്ടില്ലല്ലോ. ഒരു 5 സെൻറ്റ് സെൻറ്റ് തലത്തിൽ 2 റൂമും ചെറുങ്ങനൊരു പാലവും ചെറുങ്ങനൊരു വീടും കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കയറ്റി നമ്മളെ AKG നഗറുണ്ട്, നമ്മളെ ആണ്ടിമടം ഓരോ കൊടുന്ന സായ ആസ്പത്രി കഴിഞ്ഞ് നേരെ മലമ്പുഴയോട് നീലിക്കാട് കഴിഞ്ഞ് നീലിക്കാട് നിന്ന് ആണ്ടിമടത്തുന്നുണ്ട്. എൻ്റെ 3 മക്കൾ പെൺകുട്ടികൾ, നല്ല പഠിക്കണ കുട്ടികളുമാണ്. ഇത് വന്നിട്ട് എൻ്റെ മൂത്ത മോള് +1 മാർക്ക് ലിസ്റ്റാണ് ഇപ്പോൾ പ്രാവശ്യം കിട്ടിയത്. അവളിപ്പോൾ +2 പോയി കൊണ്ടിരിക്കണേ. നമുക്കൊരു പൂതി ഉണ്ടായിരുന്നു, മക്കളൊക്കെ പഠിച്ച് നല്ല രീതിയിലാക്കണമെന്ന്. പെര കയറ്റിയിട്ട് കടത്തിലായിരുന്നു. അൽഹംദുലില്ലാ ഇങ്ങനെ പോകും, കുഴപ്പമില്ലാതെ. ചിലവൊക്കെ ഇങ്ങനെ ഒരാൾക്കാർ സഹായിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ കാല് ശരിയായി കഴിഞ്ഞാൽ ഞാനിവിടെ എന്തെങ്കിലും ഒരു ടാക്സിയിൽ പോയിട്ട് പഠിച്ച് കടിച്ചിട്ട് കുട്ടികളെ പോയിട്ടും അതൊന്നും പേടിച്ചില്ല. പക്ഷെ കാല് ശരിയായിട്ടില്ല. ഫിസിയോതെറാപ്പിക്ക് പോയി എനിക്ക് ഒരു ദിവസം 400 രൂപയാണ്. വണ്ടി പോയിട്ട് വേണമെങ്കിൽ ഓട്ടോയിൽ പോയിട്ട് വരികയെങ്കിൽ ഓല അവിടെ നിർത്തി പൊട്ടിട്ട് വരികയെങ്കിൽ 250 രൂപ ഓലക്ക്. അങ്ങനെ 250 രൂപ അങ്ങനെ പോകുന്നുണ്ട്. കുറേ അവിടെയൊക്കെ പോയി. ദുബായ് KMCCയിൽ മണ്ണാർക്കാട് MLA പേപ്പറൊക്കെ കൊടുത്തിട്ട് നോക്കി, ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. അവിടെ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് നമുക്കറിയില്ലായിരുന്നു. മുമ്പ് നമുക്ക് ഇങ്ങനെ അറിയുള്ളൂ, കുറച്ച് ഇത് ക്യാൻസർ വരുന്നതിനെ നമുക്കറിയില്ലല്ലോ. ഇവിടെ ലീവിൽ വന്നപ്പോൾ കക്കൂസൊക്കെ പോകുമ്പോൾ പിന്നെ ബ്ലഡ് പോയായിരുന്നു. അങ്ങനെ കോട്ടയം മൈതാനത്ത് പോയിട്ട് TC ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ വയറ്റ് കൂടിയും മൂട്ട് കൂടിയും കോയിൽ കയറ്റിയിട്ട് ചെക്ക് ചെയ്ത് പിന്നെ തിരുവനന്തപുരത്തേക്ക് അയക്കുമ്പോഴാണ് ക്യാൻസർ ഉള്ളത് അറിഞ്ഞത്. അപ്പം കൊണ്ട് എന്നെങ്കിലും ഒരു ചെറിയൊരു സഹായം ഉണ്ടെങ്കിൽ എൻ്റെ തൊഴിയും എൻ്റെ മക്കളെയും എല്ലാവരും വേണ്ടോ, എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു സഹായം തന്നെ ഞാൻ പഠിച്ചോ ഓർത്തിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികളെ പഠിപ്പൊന്നും മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് പോലെ നമുക്ക് നമ്മളെ നോക്കാണ്ടാവുള്ളൂ. അതായിട്ട് അയച്ചാണ്. പഠിച്ചോൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, പഠിച്ചോ നമ്മളെ കൈ വിടൂല. അപ്പം അങ്ങനെ അയച്ചു തരാം. എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഈ നമ്പറിൽ ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. മണ്ണാർക്കാട് നഗരസഭയിൽ നമ്മുടെ ഇവിടുത്തെ പിന്നെ മുനിസിപ്പാലിറ്റി അവിടുത്തെ പിന്നെ പ്രസിഡൻ്റാണ്. മൂപ്പനെ ലെറ്ററും കൊണ്ടാണ് ഞാൻ തങ്ങളെ കാണാൻ പോയത്. തങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു കാലം വെച്ചു പതുക്കെ അങ്ങനെ ബസ്സൊക്കെ കയറിട്ട് പോയി. ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ചു KMCCൻ്റെ പറഞ്ഞ് ഒന്നും ആയിട്ടില്ല, നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. എൻ്റെ ഒരു ബാഗ് ഞാൻ ഞങ്ങൾക്ക് ഫോട്ടോ വെച്ചിട്ട് ആ ബാഗിന് തന്നെ വേണം 750 റുപ്യ ഒരു ബാഗിന്. അത് മാസത്ത് എങ്ങനെ ഒരു മാസം 5 എണ്ണം വേണ്ടി വരും. ആലോചിങ്ങൾ
പിന്നെ അതിൻ്റെ ഉള്ളിലിടുന്ന പൗഡർ ഒരു ഓയിൽമെന്റ് ഇതിനൊക്കെ എല്ലാ വില ഉണ്ട് കേൾക്കാം. അപ്പം അങ്ങനെ പോവുകയാണ്. എല്ലാവർക്കും പറയാലോ. അതാണ് ഞാൻ നിങ്ങൾക്ക് അടിച്ച ഫാനെ നിങ്ങൾക്ക് മറുപടി. പ്രിയ സുഹൃത്തുക്കളെ, ഈ വോയിസ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണിൽ കൂടെ വെള്ളം വരുന്നൊരു വോയിസാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല, അറിയാലോ. പക്ഷെ എനിക്ക് ഇയാളെത്ര വർഷം പ്രവാസ ലോകത്തിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു വീടുണ്ടാക്കിയിട്ട് അവസാനം നല്ല രീതിയിൽ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ക്യാൻസർ വന്ന് അറിയാലോ ഒരു പ്രവാസിയുടെ അവസ്ഥ എന്താണെന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണ് കലങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഞാൻ എന്താ പറയുക, നിങ്ങൾ കൂടുതൽ ഈ വീഡിയോ ടൈം ആകരുത് കൊണ്ടാണ് അത് ഞാൻ ക്ലോസ് ചെയ്തത്. വളരെ സങ്കടവും പ്രയാസമുള്ള ഒരു കേസാണ്. നിങ്ങൾ ആ ഫോൺ നമ്പർ ഞാൻ വെക്കാം. നിങ്ങൾ എന്തെങ്കിലും അവർക്ക് വിളിച്ചിട്ട് അയാളോട് വിളിച്ചിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നേരിട്ട് നിങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ട് അയാളുടെ വിഷമം മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് ഗൂഗിൾ പേയിൽ ഉൾക്കാണ്ട് കഴിയുന്ന ഇട്ട് കൊടുത്തോളൂ കേട്ടോ. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കേൾക്കാൻ തന്നെ വയ്യ. സത്യം പറഞ്ഞാൽ വളരെ വിഷമമായി എനിക്ക്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം അയാൾക്ക് അയാളുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ സഹായിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് തീർച്ചയായിട്ടും അത് വിളിച്ച് അന്വേഷിച്ചിട്ട് സഹായിക്കുമെന്ന് ഞാൻ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിലിട്ട് ഇപ്പോൾ സഹായിക്കാൻ പറ്റിയ ഒരാളുടെ സഹായം നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങേറിയ ഒരു പരിഹാരം ഞാൻ ഏതെങ്കിലും രീതിയിൽ കൊടുക്കും. പക്ഷെ എന്നാലും നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ സഹായം കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് കഴിയുന്നത് ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുക. ഞാൻ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്.